डाला, लेकिन वो थी कौन? वो बुर्का वेंचर थी। Don't mess with the lady in black, the lady in black, the lady in black. Don't mess with the lady in black when she's on the attack. Don't mess with the lady in black, the lady in black, the lady in black. Don't mess with the lady in black when she's on the attack. Burka. ബാറ്റ്മാൻ, സൂപ്പർമാൻ എന്നിവരുടെ ഗണത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു സൂപ്പർ ഹീറോയും, ബുർക്ക അവഞ്ചർ. ഈ അനിമേഷൻ സീരീസ് പ്രക്ഷേപണം ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ലോകപ്രസിദ്ധമായി. പ്രസിദ്ധ പോപ്പ് ഗായകനായ ആരൻ ഹരൂൺ റാഷിദിൻ്റേതാണ് ആശയം. ബുർക്ക ധരിച്ച് രഹസ്യ വ്യക്തിത്വവുമായി തൻ്റെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന നായികയാണ് ബുർക്ക അവഞ്ചർ. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലെ ചാനൽ ശൃംഖലകൾക്കായി വിവിധ ഭാഷകളിലേക്ക് ബുർക്ക അവഞ്ചർ പരിഭാഷപ്പെടുത്താനും പുസ്തകമായി പ്രസിദ്ധീകരിക്കാനുമുള്ള പദ്ധതിയിലാണ് ഇതിൻ്റെ നിർമ്മാതാവ്. വെൽക്കം ടു ദിസ് വീക്ക്. റിസർവ് ബാങ്കിൻ്റെ ആദ്യപാദ വായ്പ നയം കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചു. മുഖ്യ വായ്പാ നിരക്കുകൾക്ക് മാറ്റമില്ല. രൂപയുടെ മൂല്യം കനത്ത ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ പണപ്പെരുപ്പം ഉയരുമെന്ന ആശങ്കയിലാണ് നിരക്കുകൾ കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറാകാതിരുന്നത്. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ നയപ്രഖ്യാപനത്തെ തുടർന്ന് രൂപയുടെ നിലവാരം വീണ്ടും താഴേക്ക് പോയി. റെക്കോർഡ് തകർച്ചയിലുമെത്തി. ഓഹരി വിപണിയിലും സ്വർണ്ണവിലയിലും ഇത് വലിയ ചലനങ്ങളുണ്ടാക്കി. നിലവിലെ ഗവർണർ സുബ്ബറാവു സ്ഥാനമൊഴിയുന്നതിനു മുമ്പുള്ള അവസാന സാമ്പത്തിക അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം. Over the last 2-3 years that I have been monitoring has actually improved. So most students are now getting education loans, but that is not good enough. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 7.25%, ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന പലിശയായ റിവേഴ്സ് റിപ്പോ 6.25% തുടരും. ബാങ്കുകളുടെ കരുതൽ ധനാനുപാതത്തിലും മാറ്റമില്ല. ഇത് 4% തുടരും. കഴിഞ്ഞ മാസം പണപ്പെരുപ്പം 4.7 ആയി കുറഞ്ഞത് സമ്പദ്ഘടനയ്ക്ക് ഗുണകരമായി. ഇതിനോടൊപ്പം സാമ്പത്തിക വളർച്ചാ നിരക്ക് 5% കുറഞ്ഞതോടെ പലിശ നിരക്കുകൾ കുറയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും RBI അത് കണക്കിലെടുത്തില്ല. വിദേശ നാണ്യ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ വില പ്രതീക്ഷിച്ചതിലും താഴോട്ടു പോയതും ഭക്ഷ്യോൽപാദന വിലയെ അടിസ്ഥാനമാക്കിയുള്ള നാണ്യപ്പെരുപ്പം ഉയർന്നിരിക്കുന്നതും നിരക്ക് കുറയ്ക്കുന്നതിന് തടസ്സമായി. മെയ് 3 നടന്ന അവലോകന യോഗത്തിൽ RBI റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ 0.25% വീതം കുറച്ചിരുന്നു. Based on an assessment of the present and prospective macroeconomic situation, we've decided to keep the policy repo rate under the Liquidity Adjustment Facility (LAF). ഈ മാസാദ്യം രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ മൂല്യമായ 61.21 എത്തിയിരുന്നു. രൂപയുടെ മൂല്യത്തകർച്ച നേരിടുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്ക് കഴിഞ്ഞയാഴ്ച വർദ്ധിപ്പിച്ചു. അതേ തുടർന്ന് രൂപയുടെ മൂല്യം 1% വർദ്ധിച്ച് 69 രൂപയ്ക്ക് മുകളിലെത്തി. എന്നാൽ റിസർവ് ബാങ്കിന്റെ ആദ്യപാദ വായ്പാ നയത്തിൽ നിരക്കുകളിൽ മാറ്റം വരുത്താത്തതിനെ തുടർന്ന് രൂപയുടെ മൂല്യം വീണ്ടും കൂപ്പുകുത്തി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 61 രൂപയ്ക്ക് മുകളിലെത്തി. രൂപയുടെ തകർച്ച ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു. റിസർവ് ബാങ്ക് പ്രഖ്യാപനത്തെ തുടർന്ന് സെൻസെക്സ് 385 പോയിന്റും നിഫ്റ്റി 120 പോയിന്റും ഇടിവ് രേഖപ്പെടുത്തി. സ്വർണ്ണവിലയിലും ഇത് പ്രതിഫലിച്ചു. സ്വർണ്ണവില പിന്നീട് മെച്ചപ്പെടുകയായിരുന്നു. അമേരിക്കയിലെ പ്രശസ്ത പത്രം വാഷിംഗ്ടൺ പോസ്റ്റ് പ്രമുഖ ഓൺലൈൻ ഷോപ്പിംഗ് ഭീമനായ ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബിസോ വാങ്ങുന്നു. പത്രം ഉൾപ്പെടെ വാഷിംഗ്ടൺ പോസ്റ്റ് കമ്പനിയുടെ സ്വത്തുക്കൾ $250 ദശലക്ഷം വിൽക്കുന്നത്. പരസ്യ വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് കുറച്ചുകാലമായി പ്രതിസന്ധിയിലായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ്. മാധ്യമലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഈ ഏറ്റെടുക്കൽ.
ആരംഭിച്ച വാഷിംഗ്ടൺ പോസ്റ്റ് കാലങ്ങളോളം മാധ്യമപ്രവർത്തകർക്ക് ആവേശമായിരുന്നു. പരസ്യ വരുമാനത്തിലുള്ള കുറവ് മൂലം പത്രം അടുത്ത കാലത്തായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. മുൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ രാജിയിലേക്ക് നയിച്ച വാട്ടർഗേറ്റ് അഴിമതി വാർത്തകൾ വാഷിംഗ്ടൺ പോസ്റ്റിലാണ് പ്രസിദ്ധീകരിച്ചത്. തലമുറകളായി ഗ്രഹാം കുടുംബമായിരുന്നു ഇതിൻ്റെ ഉടമകൾ. CEO ഡൊണാൾഡ് ഇ ഗ്രഹാമാണ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. കാലങ്ങളായി പത്രപ്രവർത്തന പാരമ്പര്യമുള്ള ഗ്രഹാം കുടുംബം വാഷിംഗ്ടൺ പോസ്റ്റ് വിറ്റഴിച്ചത് ഏറെ നിരാശയോടെയാണ് അമേരിക്കൻ മാധ്യമലോകം സ്വീകരിച്ചത്. ആമസോൺ സ്ഥാപകനായ ജെഫ്രി ബിസോസ് തൻ്റെ സ്വകാര്യ സ്വത്തുപയോഗിച്ചാണ് വാഷിംഗ്ടൺ പോസ്റ്റ് വാങ്ങുന്നത്. ഓൺലൈൻ വ്യാപാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച കമ്പനിയാണ് ആമസോൺ. പുസ്തകങ്ങളുടെ വിൽപ്പനയിലൂടെ ഓൺലൈൻ വ്യാപാരം ആരംഭിച്ച കമ്പനി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസാണ്. പത്രങ്ങളും മറ്റ് അച്ചടി പ്രസിദ്ധീകരണങ്ങളും തളർച്ചയെ നേരിട്ടപ്പോൾ പുത്തൻ കച്ചവട ആശയങ്ങളുമായി ആമസോൺ വളർന്നുകൊണ്ടേയിരുന്നു. ആമസോണിൻ്റെ വളർച്ചയിലൂടെ ബിസോസിൻ്റെ സമ്പാദ്യവും കുതിച്ചുയർന്നു. ഇന്ന് ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ 19ാം സ്ഥാനത്താണ് അദ്ദേഹം. എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റ് വാങ്ങുന്നത് ലാഭം ഉദ്ദേശിച്ചല്ലെന്നും അതിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. We want to make money when people use our devices, not when they buy our devices. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ മാനേജ്മെന്റിലും മാറ്റമുണ്ടാകില്ല. മറ്റു പ്രസിദ്ധീകരണങ്ങളായ ഗസറ്റ് ന്യൂസ് പേപ്പർ, സതേൺ മേരിലാൻഡ് ന്യൂസ് പേപ്പർ, ഫെയർഫാക്സ് കൗണ്ടി ടൈംസ് എന്നിവയും മറ്റ് മാഗസീനുകളും ജെഫ്രി ബിസോസ് വാങ്ങും. ഗ്രഹാം കുടുംബത്തിന്റെ 80 വർഷത്തെ ഉടമസ്ഥതയ്ക്കാണ് ഇതിലൂടെ അവസാനമാകുന്നത്. പത്രത്തിന്റെ പാരമ്പര്യവും പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണവും പരിഗണിച്ചാൽ $250 ദശലക്ഷം കുറവാണെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്നാൽ വർഷങ്ങളായി വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനിയെ നിലനിർത്താൻ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല എന്നാണ് ഉടമസ്ഥർ പറയുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് മാത്രമല്ല ഇത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്. ലോകമെമ്പാടും അച്ചടി മാധ്യമങ്ങൾക്ക് പ്രചാരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇലക്ട്രോണിക് മാധ്യമങ്ങളും സോഷ്യൽ നെറ്റ്വർക്കുകളും ശക്തമായ സാന്നിധ്യമായിരിക്കുന്ന ഇക്കാലത്ത് പരസ്യ വരുമാനത്തിലുള്ള കുറവും ഇവയ്ക്ക് തിരിച്ചടിയാണ്. മറ്റൊരു അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസ് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ന്യൂ ഇംഗ്ലണ്ട് മീഡിയ ഗ്രൂപ്പിനെ വിൽക്കുന്നതായി കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു. അച്ചടി മാധ്യമരംഗം ലോകവ്യാപകമായി അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ നേർക്കാഴ്ചയാണ് ഇത്തരം കൈമാറ്റങ്ങൾ. കച്ചവടം തിരക്കില്ല. ഇവിടെ ഇപ്പോൾ സീസൺ അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. ഒരു മാസം വരെയുള്ള കച്ചവടം ഉണ്ടാവും ഇവിടെ. നിത്യോപയോഗത്തിനുള്ള എല്ലാ വസ്തുക്കളും ഇന്ന് പ്ലാസ്റ്റിക് മയമാണ്. മുള കൊണ്ടും ഈറ്റ കൊണ്ടുമുള്ള വീട്ടുപകരണങ്ങൾ ഇപ്പോൾ കൗതുക വസ്തുക്കളാണ്. എന്നാൽ ഇതിനിടയിലും തൃശ്ശൂർ ജില്ലയിലെ ഒരു കൂട്ടം ആളുകൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നു. തൃശൂർ ജില്ലയിലെ അന്നമനയ്ക്കടുത്ത് മുഴിക്കുളത്താണ് ഈറ്റകൾ കൊണ്ടും മുള കൊണ്ടുമുള്ള വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംഘമുള്ളത്. പഴമയെ പ്ലാസ്റ്റിക് വസ്തുക്കൾ മറികടന്നെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് നല്ല കച്ചവടമാണെന്ന് ഇവർ പറയുന്നു. പഴയകാലത്ത് പറയിലേക്ക് അരി ചീന്താൻ ഉപയോഗിച്ചിരുന്ന മുറത്തിനിപ്പോഴും ആവശ്യക്കാരുണ്ട്. ഇതിനു പുറമെ വിവിധ തരം കൊട്ടകൾ, ഈറ്റപ്പായ, ബോർഡുകൾ, വിവിധ അലങ്കാര വസ്തുക്കൾ എന്നിവ ഇവർ നിർമ്മിക്കുന്നു.
50 രൂപയാണ് ചെറിയ കൊട്ടയ്ക്ക് വില. എന്നാൽ മുളയും ഓലയും കൊണ്ട് നിർമ്മിക്കുന്ന മനോഹരമായ കുടയ്ക്ക് 1000 രൂപയാണ് വില. ഇതിനാണ് ആവശ്യക്കാരേറെയും. മൂന്ന് ദിവസമെങ്കിലും എടുക്കും ഒരു കുടയുണ്ടാക്കാൻ. നാലമ്പല ദർശനത്തിനെത്തുന്നവരാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ മുമ്പിൽ. ഇത് മുളയീറ്റ ഉൽപ്പന്നങ്ങളുടെ സീസണാണെന്ന് 20 വർഷമായി ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന എറണാകുളം സ്വദേശി സുധാകരൻ പറയുന്നു. തിരക്കില്ല, കച്ചവടം തിരക്കില്ല. ഇവിടെ ഇപ്പോൾ സീസൺ അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. ഒരു മാസം വരെയുള്ള കച്ചവടം ഉണ്ടാവും ഇവിടെ. നാലമ്പല ദർശനത്തിനെത്തുന്ന പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പുതിയ കാഴ്ച കൂടിയാണ് മുള കൊണ്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ. കീടനാശിനികളും രാസവളവും ഉപയോഗിക്കാതെ പച്ചക്കറി കൃഷി ലാഭകരമായി ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് വയനാട് പുൽപ്പള്ളിയിലെ ഒരു കർഷകൻ. 2.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ ജൈവ കൃഷിയിലൂടെ മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. പതിനെട്ട് ഏക്കർ സ്ഥലമുണ്ട് ഷാജിക്ക്. മുഴുവൻ സ്ഥലത്തും ജൈവകൃഷി നടത്തുന്നതിനാൽ 10 വർഷമായി ഇതിനുള്ള സർട്ടിഫിക്കറ്റും ലഭിച്ചു. 12 വർഷമായിട്ട് ഞാൻ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ആളാണ്. ഇൻഡോസെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എനിക്ക് 10 വർഷമായിട്ട്. അതിന് 3 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ കുരുമുളക്, കാപ്പി, തെങ്ങ് എല്ലാ കൃഷികളും എനിക്കുണ്ട്. കൂടാതെ ഇപ്പോൾ പച്ചക്കറി ഏകദേശം 2.5 ഏക്കർ സ്ഥലത്ത് നന്നായി ചെയ്ത് വിജയിപ്പിച്ചു. നല്ല എനിക്ക് ലാഭമുണ്ടായിരുന്നു, നേട്ടം ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം പച്ചക്കറി കൃഷി ഏറ്റവും ഓർഗാനിക്കായിട്ട് ആരും ചെയ്യാറില്ല. കാരണം രാസവളങ്ങളും കീടനാശിനിയുമില്ലാതെ പച്ചക്കറി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എല്ലാവരുടെയും ആ സങ്കല്പത്തെ മാറ്റിമറിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പ്രതീക്ഷിക്കാത്ത വിജയമാണ് പച്ചക്കറി കൃഷിയിൽ ലഭിച്ചത്. എന്നാൽ പൂർണ്ണമായും ജൈവിക രീതിയിൽ നടത്തിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ക്വിൻ്റൽ കണക്കിന് തക്കാളിയും പച്ചമുളകും വഴുതനയുമെല്ലാമാണ് ഷാജി വിളവെടുത്തത്. ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ഓർഗാനിക് കൃഷിക്കാരന് കിട്ടേണ്ട വില കൂടുതലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റോ ലഭിച്ചില്ല. എവിടെയൊക്കെ ഉണ്ട് എന്നെല്ലാവരും പറയുന്നു. അതൊരു വലിയ സ്വപ്നമായിട്ട് ഓർഗാനിക് കൃഷിക്കാരായി ഞങ്ങൾക്ക് അവശേഷിക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ അതിൽ സംതൃപ്തനാണ്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു വെച്ചാൽ പ്രാന്തനെന്ന് ചിലരൊക്കെ വിളിച്ചാലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു സംതൃപ്തി അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും ഓർഗാനിക് കൃഷി കൂടുതൽ ഏരിയയിലേക്ക് ഞങ്ങൾ അടുത്ത വർഷം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. തോട്ടം കിളയ്ക്കാതെയാണ് കൃഷിയെടുക്കുന്നത്. വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണിര കമ്പോസ്റ്റാണ് വളമായി ഉപയോഗിക്കുന്നത്.